ടീച്ചർ നിങ്ങളിങ്ങനെ ഉമ്മാനെ സ്നേഹിക്കണം എന്നിങ്ങനെ പറഞ്ഞു മനുഷ്യന് പ്രണയിക്കാൻ പോലും പറ്റാതെയായി. ഒരു മോള് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാ മോളെ? ഞാൻ ഉമ്മാനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞത്, പ്രണയിക്കാത്തത് നന്നായി, എന്നാലും ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത്. അതോ ഞാൻ 8ലും 9ലും 10ലും ഇരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ കേട്ടിട്ട് ഞാനിങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ കാണാൻ കുളിച്ച് വൃത്തിയായി നല്ല മാക്സിയും നല്ല തട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കൊലായിൽ തന്നെ. എന്നിട്ട് മോളെ എന്തൊക്കെ ഉണ്ട്, ഇന്ന് എന്തൊക്കെയാ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ മോള് പറഞ്ഞേന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മ അങ്ങനെ ഇരിക്കും. ഉമ്മാനെ സ്നേഹിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയും. മമതൻ്റെ മുന്നിലൂടെ അങ്ങനെ പോയപ്പം അൻഫസ് എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമോ, ഞാൻ ഉമ്മാൻ്റെ കുട്ടിയല്ലേ, ഞാൻ നേരെ അങ്ങോട്ട് പോന്നു. ഇങ്ങനെ എല്ലാം. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ് വേണ്ടത് കേട്ടോ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വീഴാനോ പോകാനോ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. +1 അതേപോലെ തന്നെ +2ലൊക്കെ എത്തിയപ്പോഴേക്ക് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. നീ ഒന്നിനും കൊള്ളാത്തവളാ, നിനക്കൊരു റിലേഷൻഷിപ്പും ഇല്ല, നീ വേസ്റ്റാണ്. അവൾ തീരുമാനിച്ചു ഇനി ഉമ്മാൻ്റെ കൂടെ സ്നേഹിച്ച് നിന്നാൽ പറ്റൂല, ഉമ്മാൻ്റെ സ്നേഹം എന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ. ഇവള് പറഞ്ഞു +2ലെത്തിയപ്പോൾ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ഏകദേശം റിലേഷൻഷിപ്പിൻ്റെ വക്കിലെത്തി. ഞാൻ സ്കൂൾ വിട്ടു നേരെ ഓടിച്ചെന്ന് ഉമ്മയുടെ സുന്ദരിയായിട്ടിരിക്കണേ. ഞാൻ ഓടിച്ചെന്ന് ഉമ്മ എനിക്ക് മുദ്രയിക്കാണ്ട് ഞാൻ ഓടിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലേക്ക് ഓടിപ്പോയി, മേലെ അവളുടെ റൂമിലേക്ക്. തിരിച്ചിറങ്ങിയില്ല. ഉമ്മ മോളെ വാ ഭക്ഷണം കഴിക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ തിരിച്ചിറങ്ങിയില്ല. അവൾ പറഞ്ഞു, ഉമ്മ എനിക്ക് ഒരുപാട് എഴുതാനുണ്ട്, ഞാൻ കുളിച്ച് ഫ്രഷായി ഇവിടെ നിന്ന് എഴുതട്ടെ, ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോഴേക്കിന് ഞാൻ വന്നോളാം. 10:30 സമയം, വിട്ടുകൊടുക്കാൻ പറ്റൂല. 10:30 മെല്ലെ 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 ഇങ്ങനെ ഇറങ്ങി, സ്റ്റെപ്പ് ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. ഏകദേശം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള ആ ധാരണയിൽ ഇങ്ങനെ പോകുമ്പോൾ ഡൈനിങ് ഹാളിൽ ഒരു കസേരയൊക്കെ വലിച്ചിട്ടിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഉമ്മ ഇരിക്കുന്നുണ്ട്. അല്ല മോളെ, നമ്മളിന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ടായേ? പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി ടീച്ചറെ. ഇതാ പറഞ്ഞത്, കൊടുക്കാൻ പറ്റും. സ്നേഹം കൊണ്ട് ശാസിക്കാം നമുക്ക്, സ്നേഹം കൊടുക്കുക, സ്നേഹം കൊണ്ട് ഉപദേശിക്കുക, സ്നേഹം കൊണ്ട് ചീത്ത പറയുക, സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ട് ആ സ്നേഹമാകുന്ന ചരടിൻ്റെ ഉള്ളിൽ നമ്മുടെ മക്കൾ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർ നമ്മുടെ മനസ്സുറക്കും. ചില കുട്ടികളൊക്കെ പറയാറുണ്ട് 2 മാസമൊക്കെ കഴിയുമ്പോൾ ഉമ്മമാരോട്, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ പറയാണ് എന്ന് പറഞ്ഞിട്ട്, മതി എന്നാലും മതി